അന്താരാഷ്ട്ര വ്യാപാര രംഗത്തും ഭൗമ രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കാനഡയെ ഒരു ആഗോള ഊർജ്ജ വൻ ശക്തിയായി ഉയർത്താനുള്ള വമ്പൻ പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി മാർക്ക് കാർണി രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന സമഗ്രമായ പദ്ധതിയാണ് കാനഡ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. വിദേശ വിപണികളെയും ആഗോള സാമ്പത്തിക ചലനങ്ങളെയും സ്വാധീനിക്കാൻ പോകുന്നതാണ് ഈ നീക്കമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. രാജ്യത്ത് നേരിട്ടുള്ള നിക്ഷേപമായി $200 ബില്യൺ അതായത് $20,000 കോടി കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഈ പുതിയ ഊർജ്ജ നയം. കാനഡയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപ സമാഹരണങ്ങളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. കേവലം വലിയ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ 1.25 ലക്ഷത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന വാഗ്ദാനവും പ്രധാനമന്ത്രി ഇതിലൂടെ നൽകുന്നുണ്ട്. ആൽബർട്ട പ്രവിശ്യയുടെ പ്രീമിയർ ഡാനിയൽ സ്മിത്തുമായി സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മാർക്ക് കാർണി ഈ വലിയ പ്രഖ്യാപനം നടത്തിയത്. കാനഡയിലെ പ്രധാന ഊർജ്ജ പദ്ധതികളുടെ വിപുലീകരണം, തന്ത്രപ്രധാനമായ ധാതുക്കളുടെ ഖനനവും വികസനവും, അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനുള്ള പുതിയ വ്യാപാര ഇടനാഴികളുടെ നിർമ്മാണം എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന തൂണുകൾ. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഊർജ്ജ പ്രതിസന്ധികൾക്ക് വലിയൊരു പരിഹാരമായി മാറാൻ കാനഡയ്ക്ക് ഇതിലൂടെ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ നിർണായക നടപടികളിലൂടെ കാനഡയ്ക്ക് തങ്ങളുടെ ഭാവിയെ സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുമെന്ന് മാർക്ക് കാർണി അവകാശപ്പെട്ടു. അതോടൊപ്പം രാജ്യത്തിന്റെ പരമാധികാരവും ഊർജ്ജ സുരക്ഷയും കൂടുതൽ ശക്തമാക്കാൻ ഈ പദ്ധതികൾ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോള വിപണിയിൽ എണ്ണ വാതക വിതരണത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ കാനഡയെ ബാധിക്കാതിരിക്കാൻ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് പ്രധാനമന്ത്രി ഇവിടെ പങ്കുവച്ചത്. ഫെഡറൽ സർക്കാരും വിവിധ പ്രവിശ്യകളും തമ്മിലുള്ള ഐക്യത്തിന്റെ വലിയൊരു ഉദാഹരണമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കത്തെ കാണുന്നത്. പരമ്പരാഗതമായി എണ്ണ ഉൽപാദന മേഖലയായ ആൽബർട്ട പ്രവിശ്യയുടെ നേതൃത്വവുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് പദ്ധതികളുടെ വേഗത വർദ്ധിപ്പിക്കും. പ്രവിശ്യകളും തദ്ദേശീയ പങ്കാളികളും സ്വകാര്യ മേഖലയും ഒന്നിച്ചണിനിരക്കുന്ന ഒരു സഖ്യമാണ് കാനഡയുടെ വികസനത്തിനായി രൂപപ്പെട്ടിരിക്കുന്നത്. വിവാദപരമായ ട്രാൻസ് മൗണ്ടൻ ഇടനാഴി വഴിയുള്ള പദ്ധതികൾക്ക് സർക്കാർ നൽകുന്ന പിന്തുണയും ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ്. പരിസ്ഥിതി സംഘടനകളുടെയും ചില തദ്ദേശീയ ഗ്രൂപ്പുകളുടെയും ശക്തമായ എതിർപ്പുകൾ നേരിട്ടിരുന്ന ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പരസ്യമായ പിന്തുണ വികസന കാര്യങ്ങളിൽ കാനഡയ്ക്ക് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ്. കൂടുതൽ എണ്ണ വിദേശ വിപണികളിലേക്ക് കയറ്റി അയക്കാൻ ഈ ഇടനാഴി സഹായിക്കും. ആഗോളതലത്തിൽ ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്ന സമയത്താണ് കാനഡയുടെ ഈ പുതിയ ചുവടുവയ്പ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കും ആധുനിക സാങ്കേതിക വിദ്യകൾക്കും ആവശ്യമായ തന്ത്രപ്രധാന ധാതുക്കളുടെ കാര്യത്തിൽ കാനഡ ലോകത്തിന്റെ പ്രധാന ആശ്രയമായി മാറാൻ ലക്ഷ്യമിടുന്നു. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. മാർക്ക് കാർണിയുടെ ഈ നീക്കം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലുള്ള തന്റെ പരിചയ സമ്പത്ത് രാജ്യത്തിന്റെ വികസനത്തിനായി അദ്ദേഹം കൃത്യമായി വിനിയോഗിക്കുന്നു എന്നാണ് അനുയായികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനങ്ങൾക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ $200 ബില്യൺ പദ്ധതി. എന്നിരുന്നാലും പരിസ്ഥിതി മലിനീകരണവും കാർബൺ പുറന്തള്ളലും കുറയ്ക്കാൻ ശ്രമിക്കുന്ന കാനഡയുടെ മുൻകാല നയങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ഊർജ്ജ വിപുലീകരണം എന്ന് വിമർശിക്കുന്നവരും കുറവല്ല. ഹരിത ഊർജ്ജത്തിലേക്ക് മാറുന്നതിനിടയിൽ പരമ്പരാഗത ഇന്ധനങ്ങൾക്ക് ഇത്രയും വലിയ തുക മാറ്റിവെക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തെ ബാധിക്കുമെന്നാണ് ഇവരുടെ വാദം. എന്നാൽ സാമ്പത്തിക ഭദ്രതയും ഊർജ്ജ സുരക്ഷയും ഉറപ്പാക്കിയ ശേഷമേ പൂർണ്ണമായ ഹരിതമാറ്റം സാധ്യമാകൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളിലും നയങ്ങളിലും വലിയ അസ്ഥിരത നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനാണ് കാനഡ ശ്രമിക്കുന്നത്. പുതിയ വ്യാപാര ഇടനാഴികൾ തുറക്കുന്നതിലൂടെ ഏഷ്യൻ വിപണികളിലേക്കും യൂറോപ്പിലേക്കും കാനഡയുടെ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ എത്തിക്കാൻ സാധിക്കും. ഇത് രാജ്യത്തിന്റെ GDP വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും. മാർക്ക് കാർണിയുടെ ഈ പ്രഖ്യാപനം കാനഡയെ കേവലം ഒരു വടക്കേ അമേരിക്കൻ രാജ്യം എന്നതിൽ നിന്നും മാറ്റി ആഗോള രാഷ്ട്രീയത്തിലെയും വ്യാപാരത്തിലെയും ഒരു പ്രധാന ചാലക ശക്തിയാക്കി മാറ്റാൻ ഉദ്ദേശിച്ചുള്ളതാണ്. വലിയ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതി കാനഡയുടെ ഭാവി സാമ്പത്തിക ഭൂപടം മാറ്റിവരയ്ക്കുമെന്ന് ഉറപ്പാണ്. ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാനഡയുടെ ഈ ഊർജ്ജ വിപ്ലവം അന്താരാഷ്ട്ര വിപണിയിൽ എങ്ങനെയുള്ള ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ്.